എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർ നടന്നൊക്കെ അല്ലേ ബസ്സുകളിൽ പോണത്. അപ്പോൾ അത് പിന്നെ അവർക്ക് സൗജന്യമായിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ അതൊരു നല്ല നേട്ടം തന്നെയാണ്. സൗജന്യ യാത്ര നല്ലതാണ്, വിജയിക്കും. സ്ത്രീകൾക്ക് സംവരണം കേരളത്തിൽ ആവശ്യമാണ്. കഴിഞ്ഞ 10 വർഷത്തെ ജനങ്ങളുടെ ഭരണത്തിന് അടിയറ പറഞ്ഞുകൊണ്ടാണ് UDF ഭരണത്തിൽ കയറിയത്. ഇത് BD സതീശനുള്ള നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിൻ്റെ ഒരു വിജയമാണ്. ഇത് തുടക്കത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പുരുഷന്മാർക്ക് വേണമെന്ന് ഇല്ല, നിർബന്ധമില്ല. പാവപ്പെട്ട സ്ത്രീകൾക്ക് ഒരു പ്രചോദനമാണ് ഈ സൗജന്യ യാത്ര. കുഴപ്പമില്ല, പുതിയ ഗവൺമെൻറ് അവരെ പറഞ്ഞ കാര്യമില്ലേ, അവർ നടപ്പാക്കട്ടെ. അതിന് നമുക്കങ്ങനെ പ്രത്യേകിച്ച് തീരുമാനമൊന്നുമില്ല, അവരുടെ തീരുമാനം നടപ്പാകട്ടെ. ഞങ്ങളെന്നും KSRTCയിൽ വരുന്ന ആൾക്കാരാണ്. അപ്പം KSRTC ഫ്രീ ആണെന്നെങ്കിൽ നിങ്ങൾക്ക്, ഞാൻ പെരുമാതുറ ഇച്ചിരി ലോങ്ങിൽ നിന്ന് വരുന്നതാണ്, പെരുമാതുറയിൽ നിന്ന് വരുന്നതാണ്. 43 രൂപയോളം ദിവസം ആവുന്നുണ്ട് ഒരു വൺ സൈഡ്. അപ്പോൾ അതാ വരികയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് സന്തോഷം തോന്നി, നല്ല ഒരു നിലപാടാണ്, സംശയമില്ല. സ്ത്രീകൾക്കെല്ലാം പ്രയോജനപ്പെടും. കിട്ടിയ ഹാപ്പി തന്നെയാണ്. 15-ാം തീയതി മുതലെന്ന് പറയുന്നു. നമുക്ക് സന്തോഷം തോന്നി, നല്ല ഒരു നിലപാടാണ്, സംശയമില്ല. സ്ത്രീകൾക്കെല്ലാം പ്രയോജനപ്പെടും. കിട്ടിയ ഹാപ്പി തന്നെയാണ്. 15-ാം തീയതി മുതലെന്ന് പറയുന്നു. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടും ഈ പ്രിവിലേജ് എന്നുള്ളതൊന്നും തോന്നുന്നില്ല. കാരണം നഷ്ടത്തിൽ ഓടുന്ന അവസ്ഥയിലേക്ക് വരും. വേറെ വല്ല ബാക്കപ്പ് പ്ലാനും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇപ്പം അവരങ്ങനെ പുതിയ പ്ലാന്, അതായത് ഇതിൻ്റെ നഷ്ടം പരിഹരിക്കാൻ വേറൊരു പ്ലാനൊന്നും അവർ പറഞ്ഞിട്ടില്ലല്ലോ കറൻ്റ്ലി. വനിതകൾക്ക് എന്താ പറയാനുള്ളത്? അത് നമുക്ക് പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ നമുക്കത് വളരെ ഹാപ്പിയായ ഒരു കാര്യമാണ്. വനിതകൾക്ക് അങ്ങനെ യാത്ര ചെയ്യുന്നത് ഹാപ്പിയായ ഒരു കാര്യമാണ്, വളരെ ഉപകാരമായിരിക്കും അത്. വിജയിക്കാൻ തോന്നുന്നുണ്ടോ? വിജയിക്കണം തോന്നുന്നുണ്ട്, വിജയിക്കുമെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും. 15-ാം തീയതി മുതൽ സൗജന്യ യാത്രയ്ക്ക് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അതെ അതെ അതെ, നമുക്കങ്ങനെ ഹാപ്പി ആയിട്ട് കിട്ടുകയല്ലേ, അപ്പൊ പിന്നെ അത് ഹാപ്പിയാണ്. KSRTCയിൽ വർക്ക് ചെയ്ത ആളാണ് ഈ നിൽക്കുന്ന ആള്. ഇവർക്ക് വേണ്ട സൗജന്യ യാത്ര, അവർക്കുണ്ട്. ഇപ്പൊ സൗജന്യ യാത്ര, പൈസ കൊടുക്കണ്ട, ബസ്സിന് യാത്ര ചെയ്യാം. KSRTC ജോലി ചെയ്തുകൊണ്ട്. അതെ അതെ. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാ KSRTC സൗജന്യ യാത്ര സ്ത്രീകൾക്ക് കൊടുക്കുന്നത്? അതിനെപ്പറ്റി അഭിപ്രായം ഉണ്ടാവും? എനിക്ക് പൊതുവെ ഞാൻ ഒരു ജീവനക്കാരൻ, പെൻഷനായ ആളാണ്, റിട്ടയർമെന്റ് ചെയ്ത ആളാണ്. എനിക്കൊന്നും പറയാൻ, സർക്കാർ നടപ്പിലാക്കുന്ന കാര്യങ്ങളിൽ എനിക്കൊന്നും പറയാനില്ല. സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഇതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് സർക്കാരാണ്. അപ്പോൾ അതിനോട് എനിക്കൊന്നും പറയാനില്ല. പിന്നെ പൊതുജനങ്ങളുടെ കാര്യമാണ്. പൊതുജനങ്ങൾക്ക് കുറേ പിന്നെ നല്ല കാര്യങ്ങളാണ്. അതിൻ്റെ ബാധ്യത സർക്കാരല്ലേ ഏറ്റെടുക്കണം. അതിപ്പോൾ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ജീവനക്കാരായതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. സർക്കാരിനോട് ഒരു കണക്കിന് ഞാൻ സ്വാഗതം പറയുന്നു, അത്രയേ ഉള്ളൂ.